ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ദിലീപും വിജയ് ശങ്കറും തമ്മിൽ പുറത്തു വെച്ച് കണ്ടുമുട്ടുന്നുണ്ട്. CCTV ഫുട്ടേജ് കൈമാറണമെന്ന കോർട്ട് ഓർഡർ വന്നതോടെ ദിലീപ് നല്ല ടെൻഷനിലാണ്. ദിലീപ് എന്നിട്ട് വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്, കോടതിയിൽ ശരിക്കും അർച്ചന നമ്മളെ വെള്ളം കുടിപ്പിച്ചല്ലോ, നീയും അവൾ അടുത്ത പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ്. മുകുന്ദനെ അറസ്റ്റ് ചെയ്തതിന്റെ CCTV ഫുട്ടേജ് ചോദിച്ചുകൊണ്ട് കോർട്ട് റോഡുമായി വന്നിരിക്കുകയാണ് അവള് എന്ന് ദിലീപ് പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, അവള് അങ്ങനെ ഒരു നീക്കം നടത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. CCTV ഫുട്ടേജിന്റെ പെറ്റീഷൻ തടയാനും എന്നെ കൊണ്ട് സാധിച്ചില്ല. അവൾ കൊടുത്ത പെറ്റീഷൻ ന്യായമായതുകൊണ്ടാണ് കോർട്ട് ഓർഡർ വന്നത്. താൻ എന്നിട്ട് കോർട്ട് ഓർഡർ പ്രകാരം CCTV ഫുട്ടേജ് അവൾക്ക് കൊടുത്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ദിലീപ് പറയുന്നുണ്ട്, കൊടുത്താൽ അത് പ്രശ്നമാവില്ലേ? പിന്നീട് മുകുന്ദനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അവിടെ ഉണ്ടായതെല്ലാം എല്ലാവരും അറിയും. കാരണം ആ കോർട്ട് ഓർഡറിന് ഒരു സ്റ്റേ വാങ്ങാൻ കഴിയൂ എന്ന് ചോദിക്കുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ഇതിനെല്ലാം സ്റ്റേ ഓർഡർ ചോദിച്ചിട്ട് പോയാൽ കോടതിക്ക് കൂടുതൽ സംശയം ഉണ്ടാവും. ഇനിയും വടി കൊടുത്ത് അടി വാങ്ങാനായി നിൽക്കണ്ട എന്നെല്ലാം വിജയ് ശങ്കർ പറയാണ്. ദിലീപ് അപ്പൊ പറയുന്നുണ്ട്, കമ്മീഷണറിന്റെ ഉത്തരവും വന്നിട്ടുണ്ട്. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു അഡ്വൈസ് ചോദിക്കാനാണ് ഞാൻ ഏട്ടനെ കാണാനായി വന്നത്. CCTV ഫുട്ടേജ് കൊടുക്കണോ, അത് കൊടുക്കാതെ നശിപ്പിക്കുകയോ പിടിച്ചു വെക്കുകയോ ചെയ്താലോ പിന്നീട് അത് നമുക്ക് ചലഞ്ച് ആവോ എന്ന് ചോദിക്കുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, സമയത്ത് എന്തായാലും നീ മണ്ടത്തരം പ്രവർത്തിക്കരുത്. എന്തായാലും CCTV ഫുട്ടേജ് താൻ അവർക്ക് കൊടുക്ക്. ഞാൻ ഇതിൽ പ്രതിയാവൊന്നുമില്ല. ആ ദൃശ്യങ്ങൾ കോടതിയിൽ വരും. കോടതിയിൽ വരുന്നതോടെ അതിന്റെ ഒറിജിനൽ ദൃശ്യങ്ങൾ മാറും. അതോടെ അർച്ചന കോടതിക്ക് മുന്നിൽ ഒരു ഫൂളാവും. അതിനുള്ള വഴിയെല്ലാം ഞാൻ നോക്കിക്കോളാം. താൻ എന്തായാലും ആ ഫുട്ടേജ് കൊടുത്തേക്ക് എന്ന് വിജയ് ശങ്കർ ദിലീപിനോട് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. ദിലീപിനാണെങ്കിൽ അപ്പോൾ ആകെ ഒരു ആശ്വാസമാവുകയാണ്. അതിനുശേഷം അർച്ചന ഓഫീസിൽ എത്തിയതിനു ശേഷം വസുവും ദീപ്തിയും വരുന്നുണ്ട്. ദീപ്തി വന്ന ഉടനെ തന്നെ അർച്ചനയോട് പറയുന്നുണ്ട്, അർച്ചനെ ആ CCTV ഫുട്ടേജ് കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ്. അർച്ചന ഇപ്പോൾ പെട്ടെന്ന് തന്നെ ദീപ്തിയുടെ കയ്യിൽ നിന്നും ആ പെൻഡ്രൈവ് വാങ്ങിച്ചുകൊണ്ട് ലാപ്ടോപ്പിലിട്ട് ആ ദൃശ്യങ്ങൾ കാണുകയാണ്. ദൃശ്യങ്ങൾ കാണുന്നതും അർച്ചന ആകെ ഷോക്കാവുന്നുണ്ട്. SI ദിലീപ് മുകുന്ദനെ തല്ലി ചതയ്ക്കുന്നത് കണ്ട് അർച്ചനയ്ക്ക് ആകെ സങ്കടാവുകയാണ്. കരഞ്ഞുകൊണ്ട് അർച്ചന പറയുന്നുണ്ട്, എനിക്ക് ഇനി ഈ ദൃശ്യങ്ങളൊന്നും കാണണ്ട, ഞാൻ കാണുന്നില്ല. എത്രയൊക്കെ ആയാലും അത് എന്റെ അനിയനല്ലേ, നിങ്ങൾ രണ്ടുപേരും കണ്ട് വേണ്ടതെന്താച്ച ചെയ്താൽ മതി എന്നൊക്കെ അർച്ചന പറയുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, ശരി നീ കാണണ്ട, വേണ്ടതെന്താച്ച ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയാണ്. അസുവപ്പ പറയുന്നുണ്ട്, ഇത് കോടതിയിൽ എത്തിയാലും ഇനിയും അവരെന്തെങ്കിലും തിരിമാറി നടത്തും. കോടതിയിൽ പല ദൃശ്യങ്ങളും മാറിമറിഞ്ഞ സംഭവങ്ങൾ ഇതിനു മുന്നും ഉണ്ടായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഇതിലെന്തായാലും മുകുന്ദൻ ഇരയാണ്, അവന് നീതി കിട്ടണം. വേട്ടക്കാരൻ രക്ഷപ്പെടാൻ പാടില്ല. ഇതിലങ്ങനെ സംഭവിക്കരുത്. ആ ദിലീപ് ശിക്ഷിക്കപ്പെടണം. ഇനിയും അവൻ ആ ജോലിയിൽ തുടരാൻ പാടില്ല. അവന്റെ തൊപ്പി തെറിക്കണമെന്നൊക്കെ അർച്ചന കരഞ്ഞുകൊണ്ട് വളരെ വാശിയോടെ ദീപ്തിയോടും വസുവിനോടും പറയാണ്. ഇതപ്പോ നമ്മളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്ന് ദീപ്തി ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഞാൻ ഈ ദൃശ്യങ്ങളുമായി കോടതിയിലേക്ക് പോകുന്നില്ല. കോടതിയിലോ നിയമത്തിലോ എനിക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല. കോടതിയെ പകൽ വെളിച്ചത്തിൽ കബളിപ്പിച്ച് ഇവന്മാരെ പോലുള്ളവരെ രക്ഷിക്കുന്ന നിയമത്തിന് മുന്നിലുള്ള വേറെയും ചിലരുണ്ട്. അവർക്ക് ഇനിയും നമ്മൾ പിടികൊടുക്കരുത്. ഇവന്മാരെയൊക്കെ പൂട്ടാൻ ഒറ്റ വഴിയുള്ളൂ, സോഷ്യൽ മീഡിയ, സമൂഹ മാധ്യമങ്ങൾ. ഈ ദൃശ്യങ്ങൾ കണ്ട് പ്രതികരിക്കണം. തെറ്റ് ചെയ്തവൻ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തതിന്റെ സ്ഥിതി വരണം. എല്ലാവരാലും കൈയൊഴിഞ്ഞ് അവൻ ഒറ്റപ്പെടണം. ആ ജോലി ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാണെന്ന് പറഞ്ഞ് അർച്ചന ദീപ്തിയെയും വസുവിനെയും അത് ഏൽപ്പിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. ദീപ്തിയും വസുവും നല്ലൊരു ഇൻഫ്ലുവൻസറെ കണ്ടെത്തിക്കൊണ്ട് ആ ഇൻഫ്ലുവൻസർ വഴി ആ ദൃശ്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയാണ്. ജനങ്ങൾ ഈ ദൃശ്യങ്ങളെല്ലാം കണ്ട് പ്രതികരിക്കുന്നുണ്ട്. അവർക്കെല്ലാം ആകെ ഒരു ഷോക്കാവുകയാണ്. അമ്പാട്ടിലാണെങ്കിലും എല്ലാവരും തന്നെ ആ ദൃശ്യങ്ങൾ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുകുന്ദനെ തല്ലിച്ചതയ്ക്കുന്നത് കണ്ട് രുക്കുവിന് മാത്രം ആകെ ഒരു സന്തോഷമുണ്ട്. ബാക്കി എല്ലാവരും തന്നെ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. എന്തിനു വച്ചുമൊക്കെ പറയുന്നുണ്ട്, ഇതിനെന്തായാലും ആ SIക്ക് തിരിച്ചു പണി കൊടുക്കണമെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, നിങ്ങളോ ഒന്നും ചെയ്യാനായി പോവണ്ട, അവനെയൊക്കെ നിയമത്തിന്റെ വഴിക്ക് തന്നെ കൊണ്ടുവരണം എന്ന് അർച്ചന പറയുമ്പോൾ ചിന്നു ചോദിക്കുന്നുണ്ട്, മുകുന്ദമാമനെ തല്ലിയ ആ SIയെ ശിക്ഷിക്കോ അമ്മ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ആ മോളെ അയാൾക്ക് ശിക്ഷ വാങ്ങി കൊടുക്കണം. ഉചിതമായ സമയത്ത് തന്നെ അയാൾക്ക് ശിക്ഷ കിട്ടിയിരിക്കുമെന്ന് പറയാണ്. അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഒരു ചർച്ചാ വിഷയമായിരിക്കുകയാണ് ജനമൈത്രി പോലീസുകാര് ഒരു സാധാരണക്കാരനെ തല്ലിയത്. അങ്ങനെ ചന്ദ്രകാന്തത്തിൽ വിജയ് ശങ്കറും ചന്ദ്രയും ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് SI ദിലീപ് മുകുന്ദനെ തല്ലിയതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി എന്ന കാര്യം അവരറിയുന്നത്. ആ ന്യൂസ് കണ്ട് വിജയ് ശങ്കറും ചന്ദ്രയും ആകെ ഷോക്കാവുന്നുണ്ട്. പിന്നീട് മന്ത്രി ഉറച്ച തീരുമാനം തന്നെ എടുത്തിരിക്കുകയാണ്. ഇതിന്റെ പിന്നിലുള്ള ആ SI ദിലീപിനെ കാരണവശാലും സപ്പോർട്ട് ചെയ്യാനോ അയാളെ ജോലിയിൽ തുടരാനോ അനുവദിക്കില്ല. ഇനിയിപ്പോ ആരൊക്കെ തന്നെ കമ്മീഷണറോ IG യോ ആരൊക്കെ തന്നെ സപ്പോർട്ടായി വന്നാലും അതൊന്നും താൻ അംഗീകരിക്കാൻ പോകുന്നില്ല.
ആരുടെയും റെക്കമെൻഡേഷൻ എനിക്ക് പരിഗണിക്കാനാവില്ല. മീഡിയാസിന്റെ ചോദ്യത്തിന് മുന്നിൽ ഞാനാകെ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇപ്പൊ ആരൊക്കെ എന്ത് പറഞ്ഞാലും ഒന്നും നടക്കില്ല. എനിക്കെന്റെ ഗവൺമെന്റിന്റെ ഇമേജ് ആണ് പ്രധാനം. അതുകൊണ്ട് ആ SIയെ ഉടനെ തന്നെ സസ്പെൻഡ് ചെയ്യണമെന്ന് മന്ത്രി തീരുമാനിക്കുകയാണ്. അങ്ങനെ അർച്ചനയും വീട്ടുകാരും എല്ലാവരും തന്നെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ദിലീപിനെ സസ്പെൻഡ് ചെയ്തു എന്ന വാർത്ത വരുന്നത്. ഈ ന്യൂസ് കണ്ട് എല്ലാവർക്കും തന്നെ ആകെ സന്തോഷാവുന്നുണ്ട്. അപ്പൊ തന്നെ അർച്ചനയോട് അനന്തനും അച്ചുവൊക്കെ പറയുന്നുണ്ട് അവനെ സസ്പെൻഡ് ചെയ്യല്ല, ഡിസ്മിസ് ചെയ്യായിരുന്നു വേണ്ടതെന്ന് പറയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട് സസ്പെൻഷനിലായ എത്രയോ ഉദ്യോഗസ്ഥര് പിന്നീട് സർവീസിൽ തിരികെ കയറിയിട്ടുണ്ട്, ഇതും അതുപോലെ ആയിക്കൂടെ എന്ന് ചോദിക്കുമ്പോ അങ്ങനെയൊക്കെ നടക്കുമോ എന്ന് മഞ്ജു ചോദിക്കുകയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട് ഈ SI ഇനി ഒരു കോടതി ഉത്തരവിലൂടെയും തിരിച്ച് സർവീസിലേക്ക് കയറില്ല. അതിനുവേണ്ടി ചില വക്കീലന്മാരെ ശ്രമിക്കുമായിരിക്കും. അയാൾക്ക് വേണ്ടി ഇനി ആരിറങ്ങിയാലും നിയമം നോക്കുകുത്തിയായിരിക്കുമെന്ന് വിചാരിക്കണ്ട എന്നെല്ലാം അർച്ചന പറയുമ്പോ രുക്കുവിനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. എന്നാലും അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ പൊതുവായ ഒരു കാര്യം പറഞ്ഞതാണ് ചേച്ചി എന്ന് പറയുന്നുണ്ട്. അർച്ചന അപ്പൊ ചോദിക്കുന്നുണ്ട് രുക്കു നിനക്കെന്താ ദിലീപിന് സസ്പെൻഷൻ കിട്ടിയതിൽ എന്തെങ്കിലും വിഷമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട് എനിക്കെന്താ, എനിക്കൊന്നുമില്ല എന്ന് പറയാണ്. രമ്യ അപ്പൊ പറയുന്നുണ്ട് ആ SIക്ക് അമ്പാട്ടുകാരോട് വൈരാഗ്യം ഉള്ളതാണല്ലോ, അയാള് ശരിക്കും നമ്മളോട് പക തീർത്തതാണെന്ന് പറയുമ്പോ മുകുന്ദൻ പറയുന്നുണ്ട് അതുകൊണ്ട് അയാൾ ഇപ്പൊ എന്താണ് നേടിയത്, ഒരു സസ്പെൻഷൻ. ഇയുള്ള കാലം അയാൾക്ക് തലയിൽ തൊപ്പിയില്ലാതെ നടക്കേണ്ടി വരില്ലേ എന്നൊക്കെ പറയാണ്. ചിന്നോപ്പ അച്ചുവിനോട് പറയുന്നുണ്ട് കുഞ്ഞമ്മാവൻ SI ആവുമ്പോ ആ SIക്ക് ഇട്ട് 2 എണ്ണം കൊടുക്കണം, എന്നാലേ മുകുന്ദൻ മാമനെ തല്ലിയപ്പോഴുള്ള വേദന അയാൾക്ക് മനസ്സിലാവൂ എന്ന് ചിന്നു പറയാണ്. അച്ചു അപ്പൊ തന്നെ പറയുന്നുണ്ട് ഞാൻ SI ആയിട്ട് ഈ നാട്ടിലേക്ക് വന്നാൽ ആദ്യം തന്നെ ആ ദിലീപിനെ അങ്ങ് പൊക്കും, പിന്നെ 2 ഇടി അങ്ങോട്ട് ഇടിക്കും എന്നൊക്കെ അച്ചു പറയുമ്പോ അർച്ചന പറയുന്നുണ്ട് മോനെ നീ അങ്ങനെയൊന്നും ചെയ്യരുത്, നീ മറ്റൊരു ദിലീപ് ആവരുത്, നീ ഒരിക്കലും അങ്ങനെ ഒരാളാവരുത്, അതൊന്നും നമ്മുടെ വഴിയല്ല എന്ന് അർച്ചന പറയുമ്പോ അച്ചു പറയുന്നുണ്ട് ഇല്ല ചേച്ചി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല, എന്നെ വളർത്തിയതും പഠിപ്പിച്ചതെല്ലാം എന്റെ ചേച്ചിയല്ലേ എന്ന് പറയാണ്. എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചതോടെ ചിന്നു പറയുന്നുണ്ട് മാമന്മാരെ ഈ സന്തോഷം നമുക്ക് ആഘോഷിക്കണ്ടേ, ഇനി നമുക്ക് നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ ആ ടൂറ് പോയാലോ എന്ന് ചോദിക്കുമ്പോ എല്ലാവരും തന്നെ വളരെ സന്തോഷത്തോടെ അതിന് സമ്മതം അറിയിക്കുകയാണ്. എന്നാൽ രുക്കുവിന് മാത്രം ഇത് കേട്ട ആകെ ദേഷ്യം വരുന്നുണ്ട്. എന്തിനു വേണ്ടിയാണോ ഇതെല്ലാം ചെയ്തത് എന്നിട്ടും അതിലേക്ക് തന്നെ തിരിച്ചെത്തിയെന്നറിഞ്ഞ് രുക്കുവിനാകെ ദേഷ്യം വരുന്നുണ്ട്. പിറ്റേ ദിവസം വിജയ് ശങ്കറും ദിലീപും തമ്മിൽ കാണുന്നുണ്ട്. ദിലീപ് എന്നിട്ട് തന്റെ സങ്കടങ്ങളെല്ലാം വിജയ് ശങ്കറിനോട് പറയാണ്. ഇപ്പോൾ വീട്ടിന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ആകെ നാണക്കേടാണ്, വീട്ടിന് ചുറ്റും ആൾക്കാരാണ്, ആകെ നാണം കേട്ട് ഞാൻ മടുത്തു, ഇതൊക്കെയോ ടീം വീട്ടിൽ വന്ന് മർദ്ദിക്കുമെന്ന് പോസ്റ്റർ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. ചില ബന്ധുക്കാർക്ക് നേരത്തെ എന്നോടെല്ലാം കലിപ്പാണ്, അതുകൊണ്ട് ഇപ്പോൾ അവരെന്നെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ CCTV ഫുട്ടേജ് കൈമാറിയാൽ ഇങ്ങനെ ഒരു പുലിവാലുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല, ഞാനിപ്പോൾ ശരിക്കും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് എന്നൊക്കെ പറയുമ്പോ വിജയ് ശങ്കർ പറയുന്നുണ്ട് താനൊന്ന് ക്ഷമിക്കേ, താനിങ്ങനെ വിഷമിക്കാതെ, ഈ സമയത്ത് താനിങ്ങനെ തളർന്നാൽ എതിരാളികൾക്ക് അത് കൂടുതൽ ശക്തമായി വരാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കും. സോഷ്യൽ മീഡിയയിൽ ആ ക്ലിപ്പ് വൈറലാക്കിയതിന് പിന്നിൽ അർച്ചനയാണ്, അതിനുവേണ്ടി അവൾ എല്ലാ സോഴ്സുകളും ഉപയോഗിച്ചിട്ടുണ്ട്, ആ ദൃശ്യങ്ങൾ കോടതിയിൽ എത്തുമെന്നുള്ള എന്റെ കണക്കുകൂട്ടലുകൾ അവൾ തെറ്റിച്ചു കളഞ്ഞു എന്ന് വിജയ് ശങ്കർ പറയുമ്പോ ദിലീപ് പറയുന്നുണ്ട് ആ അർച്ചനയ്ക്ക് ഇങ്ങനെയെല്ലാം കഴിവുകൾ ഉണ്ടെങ്കിൽ ആ CCTV ഫുട്ടേജ് എന്തിനാണ് എന്നോട് കൈമാറാൻ പറഞ്ഞത്, ഞാനത് നശിപ്പിച്ചു കളയുമായിരുന്നു എന്ന് പറയുമ്പോ വിജയ് ശങ്കർ പറയുന്നുണ്ട് അത് നശിപ്പിച്ചു കളഞ്ഞിരുന്നെങ്കിൽ താനിപ്പോ അകത്ത് കടന്നേനെ എന്ന് പറയാണ്. ദിലീപ് അപ്പോ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് വിജയ് ശങ്കറിന്റെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ഇപ്പോ ആകെ പെട്ടുപോയേട്ടാ, എങ്ങനെയെങ്കിലും എന്റെ ജോലി എനിക്ക് തിരികെ വാങ്ങിച്ചു തരണം, ജോലി തിരിച്ചു കിട്ടിയാൽ എന്റെ മാനം തിരിച്ചു കിട്ടും, അതിനുവേണ്ടി എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കണമെന്നൊക്കെ ദിലീപ് വിജയ് ശങ്കറിനോട് പറയാണ്. വിജയ് ശങ്കർ അപ്പൊ പറയുന്നുണ്ട് കൂടെ നിൽക്കുന്ന അവരെ ആരെയും ഞാൻ കൈവിടില്ല, തന്നെ ഇതുവരെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊന്നും പിരിച്ചുവിട്ടിട്ടില്ലല്ലോ, ഇതുപോലെ എത്രയോ പേരെ സസ്പെൻഷനിലായിട്ടും തിരികെ സർവീസിലേക്ക് കയറ്റിയിട്ടുണ്ട്, താനിങ്ങനെ ഒരു ഭീരുവായി പോവരുത്, അർച്ചനയെ തനിക്ക് ഇത്ര പേടിയാണോ, അവള് നിന്നെ ഒന്നും ചെയ്യില്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തകർക്കുന്ന ഈ ലോകത്ത് ആ ക്ലിപ്സിന് ഒരു നിലനിൽപ്പും ഉണ്ടാവില്ല, ഇപ്പോൾ എത്രയോ AI വീഡിയോസ് കാണാറുണ്ട്, തനിക്ക് വേണ്ടി ഞാൻ കോടതിയിൽ പോകും, ആ ദൃശ്യങ്ങൾ വെച്ച് തന്നെ ഞാൻ സർവീസിലേക്ക് തിരിച്ചെടുത്തിരിക്കുമെന്ന് വിജയ് ശങ്കർ ദിലീപിന് വാക്കുകൊടുക്കുകയാണ്. പിന്നീട് വിജയ് ശങ്കർ പറയുന്നുണ്ട് താൻ കുറച്ചു കഴിഞ്ഞ് ഓഫീസിലേക്ക് വായോ, നമുക്ക് കേസിനെ കുറിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. വിജയ് ശങ്കർ അങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ടും ദിലീപിനാണെങ്കിൽ ആകെ ടെൻഷനോട് അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം അർച്ചനയും ദീപ്തിയും ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ദിലീപ് വരുന്നത്. അർച്ചനയെ കണ്ട് ദിലീപ് ആണെങ്കിൽ ആകെ നാണം കെട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് അർച്ചന ദിലീപിന്റെ അടുത്തേക്ക് പോയി പറയുന്നുണ്ട് SI സാർ ഒന്ന് അവിടെ നിന്നേ എന്ന് പറയുമ്പോ ദീപ്തി കളിയാക്കുന്നുണ്ട്. അർച്ചനെ ഈ സാറിനെ ഇനിയും ഇങ്ങനെ കളിയാക്കരുത്, തൊപ്പിയില്ലാത്ത ഈ സാറിനെ എന്തിനാ
എന്തിനാണ് ഇനിയും SA എന്ന് വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അർച്ചന ഇപ്പൊ പറയുന്നുണ്ട്, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ താൻ എന്നോട് പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല. കാറ്റുപോയ ബലൂൺ പോലെ നിൽക്കുന്ന തന്നോട് ഞാൻ അതെല്ലാം എണ്ണിപ്പെറുക്കി പറയാൻ നിന്നാൽ താൻ ഇവിടെ നിന്ന് ഉരുക്കി പോകുമെന്നൊക്കെ പറയാണ്. ദീപ്തി അപ്പൊ ദിലീപിനോട് പറയുന്നുണ്ട്, സാറേ ഈ സസ്പെൻഷൻ എത്രയും പെട്ടെന്ന് തന്നെ ഡിസ്മിസൽ ആവുമെന്ന് പറയുമ്പോ ദിലീപ് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ പരിഹസിക്കൊന്നും വേണ്ട, എന്റെ സസ്പെൻഷൻ റദ്ദാവും. ഞാൻ ഇവിടെ തന്നെ ഇൻസ്പെക്ടറായി തിരിച്ചെത്തുകയും ചെയ്യും. നിങ്ങളെയൊക്കെ ഞാൻ അന്ന് കണ്ടോളാം എന്ന് പറയുമ്പോ അർച്ചന പറയുന്നുണ്ട്, ഷേ നിർത്തടോ, താൻ വീണ്ടും ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണോ? ഞാൻ ആദ്യം പോയി ഇനി എങ്ങനെ തന്റെ കുടുംബത്തിന് അന്നം ഉണ്ടാക്കി കൊടുക്കുമെന്ന് ആലോചിക്കേ. അത് കഴിഞ്ഞിട്ടാവാൻ ഞങ്ങളെ കാണേണ്ടതുപോലെ കാണുന്നത്. എന്റെ അനിയന്റെ ദേഹത്തെ നീ തല്ലാൻ പരിശീലിച്ചപ്പോൾ ഈ അവസ്ഥ ഉണ്ടാവുമെന്ന് കരുതിയില്ലാലേ. നീ എഴുന്നേറ്റ ആ കസേരയിലേക്ക് ഇനി ഒരിക്കലും തിരികെ വരില്ല. കേസിൽ നീ വെള്ളം കുടിച്ചിരിക്കും. തന്നെ പോലുള്ളവർക്ക് ഇങ്ങനൊരു ജോലി തരുന്നത് മറ്റുള്ളവരുടെ മേലെ കുതിര കയറാനല്ല, നിയമം പാലിക്കാനാണ്. ആ പണി മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റാത്ത തന്നെ പോലുള്ളവര് തെക്കും വടക്കും ഇങ്ങനെയെല്ലാം നടക്കേണ്ടി വരുമെന്ന് അർച്ചന പറയുമ്പോ ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ ദിലീപ് പറയുന്നുണ്ട്, നിങ്ങൾ നോക്കിക്കോ, എന്റെ ജോലി പോയാലും മുകുന്ദൻ ഈ കേസിൽ രക്ഷപ്പെടില്ല. അതിനുള്ള എല്ലാ വകുപ്പും ആ കേസിനുണ്ടെന്ന് അറിയാലോ. മുകുന്ദൻ നക്ഷത്രനും സൂക്ഷിച്ചോ നിങ്ങള് എന്നെല്ലാം ദിലീപ് പറയുമ്പോ തിരിച്ച് അർച്ചന പറയുന്നുണ്ട്, ആദ്യം താൻ സൂക്ഷിച്ചോ. ആദ്യം തന്റെ തോളിൽ നിന്നും പോയ ആ നക്ഷത്രങ്ങളെല്ലാം എണ്ണിപ്പെറുക്കാൻ നോക്ക്. അത് കഴിഞ്ഞിട്ടാവാം മുകുന്ദനെ നക്ഷത്രം എണ്ണിക്കുന്നത് എന്ന് അർച്ചന പറയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.